ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 24 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. കുട്ടികളെ കർത്താവിൽ ആരെ അനുസരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: മാതാപിതാക്കന്മാരെ. ചോദ്യം 2. എന്താണ് ന്യായയുക്തമായത്? ഉത്തരം: മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത്. ചോദ്യം 3. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് എന്തിനു വേണ്ടി? ഉത്തരം: നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും. ചോദ്യം 4. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏത്? ഉത്തരം: മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത്. ചോദ്യം 5. പിതാക്കന്മാരോട് കുട്ടികളിൽ എന്തുളവാക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: കോപം ഉളവാക്കരുതെന്ന്. ചോദ്യം 6. എപ്രകാരമാണ് കുട്ടികളെ വളർത്തേണ്ടത്? ഉത്തരം: കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. ചോദ്യം 7. ലൗകിക യജമാനന്മാരെ എപ്രകാരമാണ് അനുസരിക്കേണ്ടത്? ഉത്തരം: ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ. ചോദ്യം 8. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ യജമാനന്മാരുടെ കൺമുമ്പിൽ മാത്രം അനുസരണയോടെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്തനുവർത്തിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത്? ഉത്തരം: ദൈവഹിതം. ചോദ്യം 9. ആർക്കുവേണ്ടി എന്ന പോലെയാണ് സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത്? ഉത്തരം: കർത്താവിനു വേണ്ടി. ചോദ്യം 10. സ്വതന്ത്രനായാലും അടിമയായാലും നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: തക്ക പ്രതിഫലം. ചോദ്യം 11. യജമാനന്മാർ ദാസന്മാരോട് ചെയ്യരുതാത്തതെന്ത്? ഉത്തരം: ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്. ചോദ്യം 12. യജമാനന്മാർ ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്. എന്തുകൊണ്ട്? ഉത്തരം: ഇരുവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്, അവിടത്തേക്ക് മുഖംനോട്ടമില്ലാത്തതുകൊണ്ട്. ചോദ്യം 13. എന്തിൽ കരുത്തുള്ളവരാകുവിൻ എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം: കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും. ചോദ്യം 14. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ധരിക്കേണ്ടത് എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. ചോദ്യം 15. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ആർക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്? ഉത്തരം: തിന്മയുടെ ദുരാത്മാക്കൾക്ക്. ചോദ്യം 16. എന്തുകൊണ്ട് അരമുറുക്കി ഉറച്ചു നിൽക്കുവിൻ എന്നാണ് സ്ലീഹ എഫേസോസുകാരെ ഉദ്ബോധിപ്പിക്കുന്നത്? ഉത്തരം: സത്യം കൊണ്ട്. ചോദ്യം 17. തിന്മയുടെ ദിനത്തിൽ ഏത് കവചം ധരിച്ചാണ് എഫേസോസുകാർ ഉറച്ചു നിൽക്കേണ്ടത്? ഉത്തരം: നീതിയുടെ. ചോദ്യം 18. എന്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം: സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള. ചോദ്യം 19. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് എഫേസോസുകാരെ ശക്തരാക്കുന്നത് എന്ത്? ഉത്തരം: വിശ്വാസത്തിൻ്റെ പരിച. ചോദ്യം 20. ഏത് പടത്തൊപ്പിയാണ് എഫേസോസുകാർ അണിയേണ്ടത്? ഉത്തരം: രക്ഷയുടെ. ചോദ്യം 21. പൂരിപ്പിക്കുക. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ഡാഷ് എടുക്കുകയും ചെയ്യുവിൻ. ഉത്തരം: ആത്മാവിൻ്റെ വാൾ. ചോദ്യം 22. എഫേസോസുകാർ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും എപ്രകാരമാണ് പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത്? ഉത്തരം: ആത്മാവിൽ. ചോദ്യം 23. അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം: എല്ലാ വിശുദ്ധർക്കും വേണ്ടി. ചോദ്യം 24. സ്ലീഹായ്ക്ക് എന്ത് ലഭിക്കാൻ വേണ്ടിയാണ് എഫേസോസുകാർ പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: സ്ലീഹ വായ തുറക്കുമ്പോൾ വചനം ലഭിക്കാനും
സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിനും വേണ്ടി. ചോദ്യം 25. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ ആരാണ് ശ്ലീഹ? ഉത്തരം സ്ഥാനപതി. ചോദ്യം 26. എഫേസോസുകാരുടെ അടുക്കലേക്ക് ആരെ അയക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം തിക്കിക്കോസിനെ. ചോദ്യം 27. തിക്കിക്കോസിനെ ശ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന്. ചോദ്യം 28. എഫേസോസുകാർക്ക് പൗലോസ്ലീഹ നൽകുന്ന ആശീർവാദം എന്ത്? ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും. ചോദ്യം 29. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം കൃപയും നിത്യജീവനും. സഹായ സഹകരണങ്ങൾ നൽകുന്ന എല്ലാവരെയും സ്നേഹത്തോടെ, കടപ്പാടോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.